ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ (IUCN) വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെൻടൺ മില്ലർ പുരസ്കാരം ഇന്ത്യയുടെ സൊനാലി ഘോഷിന്. സത്യൻ ചലച്ചിത്ര പുരസ്കാരം നടി ഉർവശിക്ക്. മുല്ലനേഴി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്. PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരം സുരേന്ദ്രൻ ധർമ്മടത്തിന്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം മുൻ ഗവർണർ P സദാശിവത്തിന്. UA ഖാദർ പുരസ്കാരം KV മോഹൻകുമാറിന്. P ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക്. ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് KG ബാബുരാജിന്. പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പുരസ്കാരം G സുധാകരന്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം NS മാധവന്. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് മഡഗാസ്കർ. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കി കർണാടക സർക്കാരിൻ്റെ ശക്തി പദ്ധതി. പുത്തേഴൻ അവാർഡ് KV രാമകൃഷ്ണന്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃതിന്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻ്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 years എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ഏകദേശം 30 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. K ബാലകൃഷ്ണൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം NS മാധവന്. അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർക്ക് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം. ലോകമത പാർലമെന്റ് അല്ലെങ്കിൽ ലോകമത സമ്മേളനം ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ നടന്നു. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് B, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യമാണ് മാലിദ്വീപ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി പാകിസ്ഥാനിലെ ലാഹോർ തിരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച വനിതാ താരവും 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും മന്ദാനയാണ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസിംഗിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കി ഓസ്ട്രേലിയ. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 330 റൺസിനെതിരെ 331 റൺസ് നേടിയാണ് ഓസ്ട്രേലിയ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത്. സെപ്റ്റംബർ മാസത്തെ മികച്ച താരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം അഭിഷേക് ശർമ്മയ്ക്കും സ്മൃതി മന്ദാനയ്ക്കും. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായും കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡറായും നിയമിതരായി. ബ്രസീലാണ് ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം. 44 മെഡലുകൾ. 22 മെഡലുകളുമായി ഇന്ത്യ 10ാം സ്ഥാനത്തെത്തി. അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം മൊറോക്കോയ്ക്ക്. ഫൈനലിൽ അർജന്റീനയെ 2-0 പരാജയപ്പെടുത്തി. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ തമിഴ്നാടിന് കിരീടം. ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി രോഹിത് ശർമ്മ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ അനാച്ഛാദനം ചെയ്തു. ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് തൃശൂൽ. ആസിയാൻ ഉച്ചകോടി മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ നടന്നു. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യമായി കിഴക്കൻ തിമോർ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോൻത. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി കേരളം. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ്.
ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയുമായി കോട്ടയം മെഡിക്കൽ കോളേജ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരും മലപ്പുറം അത്ലറ്റിക്സ് ചാമ്പ്യന്മാരുമായി. സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം കയ്യിലൊതുക്കി. ത്രിദിന സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂര്യ ഇന്ത്യയിലെത്തി. ഖാലിദ് എൽ എനാനി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ യുനെസ്കോ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായി. മൈസൂരു വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി മലയാളിയായ PV ഉഷാകുമാരി നിയമിതയായി. ഡോക്ടർ പോൾ കപൂർ US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേന്ത്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം വർക്കലയിൽ നടന്നു. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് പൂനെയിൽ അന്തരിച്ചു. മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. പ്രശസ്ത നടൻ പങ്കജ് ധീർ അന്തരിച്ചു. കേരളത്തിൽ ചികിത്സയ്ക്കെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ റെയ്ല ഒഡീംഗ ഹൃദയാഘാതത്തെ തുടർന്ന് കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബെക് സേ ഹി അന്തരിച്ചു. ഐ വാണ്ട് ടു ഡൈ ബട്ട് ഐ വാണ്ട് ടു ഈറ്റ് ടോക്ബോക്കി എന്ന പുസ്തകമാണ് ബെക്കിനെ ശ്രദ്ധേയയാക്കിയത്. പ്രശസ്ത നടനും സംവിധായകനുമായ ഗോവർദ്ധൻ അസ്രാണി അന്തരിച്ചു. പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രി ഫ്രാൻസിസ്കോ പിൻറ്റോ ബാൽസെമാവോ അന്തരിച്ചു. പ്രമുഖ സ്റ്റണ്ട് മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു. ബോളിവുഡ് നടൻ സതീഷ് ഷാ അന്തരിച്ചു. ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത്. ഭാവന ചൗധരി അതിർത്തി രക്ഷാ സേന BSFൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായി. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനൻ്റ് കേണൽ പദവി. ദീപിക പദുക്കോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായി. EP ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം പുറത്തിറങ്ങുന്നു. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വൈ. സ്പേസ് എക്സ് സ്ഥാപകനായ എലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക്പീഡിയ. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത്.